സർവീസ് പെൻഷൻകാർക്ക് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് തല പ്രകടനവും ധർണയും എലപ്പുള്ളിയിൽ നടത്തി. ശമ്പള പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക, പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശികയുടെ 4ാം ഗഡു അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, 70 വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ നൽകുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഉന്നയിച്ചു. എലപ്പുള്ളി പേട്ടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. എന്തു തന്നെയായാലും ശരി, ഞാൻ പറഞ്ഞല്ലോ, ഈ പരിഷ്കരണം നടന്നത് പ്രതികൂലമായ കേരളത്തിൽ സാമ്പത്തികമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒക്കെ ഉള്ള പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ് ആ പരിഷ്കരണം നടന്നത്. ആ പരിഷ്കരണം നടന്നപ്പോഴും സ്വാഭാവികമായും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ കുടിശ്ശികയുണ്ടായി. അങ്ങനെ കുടിശ്ശികയുണ്ടായപ്പോൾ ആ കുടിശ്ശികയുടെ കാര്യം 4 ഗഡുക്കളായി ആ വർഷം തന്നെ തരുമെന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. ആ വർഷം തന്നെ 4 ഗഡുക്കളായി തരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ 2 ഗഡുക്കളും അതാത് സമയത്ത് നിന്ന് നമ്മുടെ കയ്യിൽ 3-4 ഗഡുക്കളായിരുന്നു നമുക്ക് കിട്ടാതിരുന്നത്. അതിൽ 3ാം ഗഡുവും നമ്മുടെ കയ്യിൽ. ബ്ലോക്ക് പ്രസിഡന്റ് CR നാരായണമൂർത്തി അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി PV ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഗോപാലപിള്ള, ലക്ഷ്മിക്കുട്ടി, എലപ്പുള്ളി യൂണിറ്റ് സെക്രട്ടറി KK നാരായണമൂർത്തി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.